2025 ജൂലൈ മാസം പ്രിയങ്കരനായ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പാർട്ടിയുടെ സമുന്നത നേതാവ് അമിത്ഷാജി നഗരസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം നമ്മുടെ ക്ലസ്റ്റർ ഇൻചാർജിമാരുടെ യോഗം പുത്തരിക്കണ്ട മൈതാനത്ത് നടന്നത് നിങ്ങൾ ഓർക്കുന്നു. അന്നത്തെ പ്രസംഗത്തിൽ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് വർഷങ്ങളായി ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന് ശേഷം വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഭദ്രദീപം പുനഃസ്ഥാപിച്ച ഭദ്രദീപത്തിന്റെ പൂജ നടക്കുന്ന സമയത്താണ് അമിത്ഷാജി പുത്തരിക്കണ്ട മൈതാനത്ത് വന്ന് നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ആ യോഗം അന്നൊരു കാര്യം പറഞ്ഞു. 2024 ഭരണസമിതി അംഗം എന്ന നിലയിൽ ശ്രീപത്മനാഭസ്വാമിയുടെ നിറപ്പുത്തിരിക്ക് കതിര് ഏറ്റുവാങ്ങാൻ നഗരസഭാ മേയറുടെ നേതൃത്വത്തിൽ ആരാണോ ഭരിക്കുന്നത് ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ വ്യക്തി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീപത്മനാഭസ്വാമിക്ക് നിറപുത്തിരിക്ക് കതിര് പുത്തരി കണ്ടത്ത് കൊയ്ത് എടുത്ത കതിര് തലയിൽ ചുമന്ന് വാദ്യഘോഷങ്ങളോടുകൂടി ആചാരാനുഷ്ഠാനമായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊണ്ടെത്തിക്കണമെന്നുള്ള ആചാരം പരമ്പരാഗതമായിട്ടുള്ള വർഷങ്ങൾ തിരുവിതാംകൂർ രാജഭരണം നടക്കുന്ന സമയത്തുള്ള ആ ആചാരം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടക്കുന്നില്ല എന്നുള്ള കാര്യം 2024 ഭരണസമിതി അംഗം എന്ന നിലയിൽ ഞാൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ കതിര് ഏറ്റുവാങ്ങാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നപ്പോൾ അന്നത്തെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഒരു ഭക്തിയുമില്ലാതെ വളരെ ആലസ്യത്തോടുകൂടി ഹാസ്യവുമായി ചിരിച്ച് കളിച്ച് തന്റെ സഹപ്രവർത്തകരായ കൗൺസിലർമാരോട് സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഒരു ഭക്തിയുമില്ലാതെ കൊണ്ട് അടുക്കി വച്ചിരിക്കുന്നു ടേബിളിൽ. ഒന്ന് കൊണ്ട് ചുമക്കാൻ പോലും തയ്യാറാകാതെ, കയ്യിൽ പോലും കൊണ്ടുവരാൻ തയ്യാറാകാതെ നേരത്തെ തന്നെ ആ ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്നു. വന്ന് ഒരു പരിഹാസത്തോടു കൂടിയാണ് ഈ കതിരെടുത്ത് ഞങ്ങളെ കൈ തന്നത്. 2025 അതിനാണ്. 2024 ഈ കതിര് ഏറ്റുവാങ്ങുന്ന സമയത്ത് ഇത് കണ്ട് മനോവേദനയോടുകൂടി ഞാൻ കിഴക്കേ നടയിൽ തിരിഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. അന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചതാണ്. 2026 നിറപുത്തിരിക്ക് കതിര് കൊണ്ടുവരാൻ BJPയുടെ ഒരു മേയർ ഉണ്ടാകണമേ, ഭയഭക്തി ബഹുമാനത്തോടെ കൊണ്ട് സമർപ്പിക്കുവാൻ, തലയിൽ ചുമന്നുകൊണ്ട് തന്നെ വരാൻ ഒരു വിശ്വാസിയായിട്ടുള്ള മേയർ വരണമേ എന്ന് മനോവേദനയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലം 25 ഞാൻ പ്രാർത്ഥിച്ചു. 26 ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടിരിക്കുന്നു. നാളെ 3:30 മണിക്ക്, വൈകുന്നേരം 3:30 മണിക്ക് VV രാജേഷും കൗൺസിലർമാരും നിറപുത്തിരിക്കുള്ള കതിര് പുത്തിരിക്കണ്ടത്ത് തന്നെ വിളയിച്ച കൊയ്ത കതിര് തലയിൽ ചുമത്ത് കൊണ്ടുവരുന്ന ഒരു അപൂർവമായിട്ടുള്ള ചരിത്രം വീണ്ടും ആവർത്തിക്കുന്ന തിരുവനന്തപുരത്തിന്റെ പരമ്പരാഗതമായ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന കാഴ്ച കാണാൻ തിരുവനന്തപുരം കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാജേഷ് എന്നോട് പറഞ്ഞു, രാജീവേട്ടൻ കാണും, മുരളിയേട്ടൻ കാണും, മറ്റ് MLA-മാരെ വിളിച്ചിട്ടുണ്ട് രാവിലത്തെ കൊയ്ത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആളാണ്, ഭഗവാന്റെ ആളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല. അത് ഏറ്റുവാങ്ങാൻ കുറച്ചും കൂടെ അഭിമാനത്തോടെ തല ഉയർത്തി തന്നെ ഞാൻ അവിടെ നിൽക്കും. ഭഗവാന്റെ മുമ്പേ തല കൊനിച്ചും അത് ഏറ്റുവാങ്ങും. ഇത് സന്തോഷകരമായ നിമിഷം. എന്തുകൊണ്ടാണ്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 37 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനമെടുത്തതാണ് തിരുവനന്തപുരം നഗരസഭ ഭരണം നമുക്ക് നേടണമെന്ന്. 37 വർഷത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാജീവേട്ടന്റെ നേതൃത്വത്തിലുള്ള തന്നെ അദ്ദേഹം വന്നിറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ജില്ലാ അധ്യക്ഷനായ എന്നോട് ജില്ലാ ഓഫീസിൽ പറഞ്ഞത് കോർപ്പറേഷൻ ഭരണം പിടിക്കണം. എന്നെ ഒരുപാട് ശാസിച്ചിട്ടുണ്ട്, ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. ഓൺലൈൻ മീറ്റിംഗിലേക്ക് രാജീവേട്ടൻ എന്നെ ഇങ്ങനെ അപ്പൊ എനിക്കത് ആവേശമാണ് കൂടുന്നത്. നമുക്കത് പിടിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് ശ്രീ പത്മനാഭസ്വാമി ജയമാണ്, അതിന് യാതൊരു സംശയം വേണ്ട. ആ നിശ്ചയമാണ്. 50 പേര് ജയിച്ചപ്പോൾ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കുറച്ച് ഒറ്റ വാക്കേ ഉള്ളൂ, പത്മനാഭസ്വാമിയുടെ പടവും ഭഗവാന്റെ പടവും
ശ്രീ പത്മനാഭസ്വാമി ജയം അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് തിരുവനന്തപുരമാണ്. ഇവിടെ BJPയുടെ ശക്തി ദുർഗമാണ്, ശക്തിയാണ്. ഇവിടെ BJPയാണ് ശക്തി, അതിന് യാതൊരു സംശയവും വേണ്ട. BJP അല്ലാതെ ഒരു പാർട്ടിക്കും ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല. BJP ഒന്നാമതായി തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ 2 MLA-മാർ തിരുവനന്തപുരം സിറ്റിയിൽ നമ്മൾ നേടി. 2 സ്ഥലത്ത് നിർഭാഗ്യവശാൽ നമുക്ക് പരാജയപ്പെടുന്നത് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ്. പക്ഷേ നമുക്ക് കോർപ്പറേഷൻ ഭരണവും നമ്മുടെ ജില്ലയിലെ 2 MLA-മാരും എല്ലാം കൊണ്ടും നമ്മൾ ഉയർന്നു നിൽക്കുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 1988 നാം ലക്ഷ്യമിട്ടിട്ടുള്ള കോർപ്പറേഷൻ ഭരണം നമ്മൾ 2025 പിടിച്ചെങ്കിൽ 1984 തിരുവനന്തപുരം പാർലമെന്റില് കേരളവർമ്മ രാജയെ മത്സരിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം പാർലമെന്റ് നേടണമെന്നുള്ള വർഷങ്ങൾക്ക് മുമ്പ് 42 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മൾ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം 2029 പാർലമെന്റ് MP ഭാരതീയ ജനതാ പാർട്ടിക്കാരനായിരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കാണ് നമ്മുടെ ജൈത്രയാത്ര. ആ ജൈത്രയാത്രയിൽ നമ്മൾ പിന്നും തിരിഞ്ഞും നോക്കേണ്ട കാര്യമില്ല. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട്, ബൂത്ത് സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ MLA-മാര്, രാജീവേട്ടനും മുരളിയേട്ടനും അടക്കമുള്ള MLA-മാരെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ 7 നിയോജക മണ്ഡലങ്ങളിലും അതിൽ സിറ്റിയിലെ 4 നിയോജക മണ്ഡലം നമ്മൾ ഇന്ന് പ്രതിജ്ഞ എടുക്കണം. 4 നിയോജക മണ്ഡലങ്ങളിലും പാർലമെന്റില് 1ാം സ്ഥാനത്തെത്തിക്കും. ആ 1ാം സ്ഥാനത്തേക്ക് എന്ന് പറയുമ്പോൾ അത് വിജയത്തിന്റെ നാന്ദിയാണ്. അത് നമ്മളിലാണ് ഇരിക്കുന്നത്, തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളിലാണ് ഇരിക്കുന്നത് എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നേമം നിയോജക മണ്ഡലത്തിൽ നമുക്ക് ഈ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒരു വട്ടളയിൽ പറഞ്ഞു, ഇരട്ട പൂട്ടിട്ട് പൂട്ടിയതാണ്, ഒരിക്കലും അത് തുറക്കാൻ കഴിയില്ല എന്നുള്ളത് BJPക്ക്. ഞാൻ അന്ന് പാപ്പനംകോട് രാജുവേട്ടന്റെ കൺവെൻഷൻ പറഞ്ഞു, പൂട്ട് ദ്രവിച്ച് തുരുമ്പെടുത്ത പൂട്ടിനെ പൊട്ടിക്കാൻ വലിയ പാടുന്നില്ല, ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. അതനുസരിച്ച് നമുക്ക് ആ പൂട്ട് ഇനി ഒരിക്കലും നമ്മൾ കൊടുക്കില്ല, നിയമം വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള ചിന്തയും കൂടെ നമുക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും രാജുവേട്ടന്റെ ഓണപരിപാടി വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഞങ്ങളിന്ന് ഇത് ഗോകുൽ ഗോപിനാഥനും ഞങ്ങള് പാപ്പനോട് സജീവൊക്കെ ഇരുന്നു. വ്യത്യസ്തമായ ജനങ്ങൾക്ക്, അവശത അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസത്തിന്റെ കൈകളുമായിട്ടാണ് നമ്മുടെ MLA പ്രവർത്തിക്കാൻ പോകുന്നത്. മറ്റുള്ള MLA കഴിഞ്ഞ കാലങ്ങൾക്ക് നിയമത്തുണ്ടായിട്ട് രാജേട്ടനെ ഉദ്ദേശിച്ചില്ല പറഞ്ഞ, ശിവൻകുട്ടിയുടെ ഒരു MLA സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലൊന്നുമല്ല, ഇത് വേറൊരു ശൈലിയാണ്. ആ ശൈലി 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും, ഈ ശൈലിയാണ് നമുക്ക് ആവശ്യം, ഇതുപോലുള്ള MLA ആണ് നമുക്ക് ആവശ്യമെന്ന് ജനങ്ങൾ ചിന്തിക്കും. ആ തരത്തിലായിരിക്കും നമ്മുടെ പ്രവർത്തനം. രാജുവേട്ടൻ എപ്പോഴും പറയുന്നത്, ഞാനല്ല ജയിച്ചത് BJPയാണ്. ജയിച്ചത് BJPയുടെ പ്രവർത്തകരാണ്. ഈ പ്രവർത്തകരാണ് MLA-മാർ. ഈ MLA-മാർ എന്നുള്ള പ്രവർത്തകരാണ് ജനങ്ങളിലേക്ക് പോകേണ്ടത്. രാജുവേട്ടൻ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. വികസിത നിയമം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കും, അതിന് യാതൊരു സംശയം വേണ്ട. അതനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ആയിരുന്ന ഓണാശംസകൾ അർപ്പിക്കുന്നു. ബോലോ ഭാരത് മാതാ കി.